കുടുംബചിത്രം നന്നാക്കിയെടുക്കാൻ. അയാളുടെ മുമ്പിൽ കമ്പ്യൂട്ടർ മോണിറ്ററിൽ തുറന്നിട്ട ഫോട്ടോവിൽ ആ വലിയ കുടുംബം ഒതുങ്ങി. മുമ്പിൽ തന്നെ ഇട്ട സ്റ്റൂളിന്മേൽ വിരിച്ച ഓറഞ്ച് വിരിമേൽ കുത്തി നിർത്തിയ ചിത്രത്തിൽ മാലയിട്ടിട്ടുണ്ട്. അതവരുടെ മരിച്ചുപോയ അച്ഛനാണ്. പടിഞ്ഞാറേ കളത്തിൽ കൃഷ്ണക്കുറുപ്പ്. തൊട്ടടുത്ത് നേരത്തെ മരിച്ചുപോയ ഭാരതിയമ്മയുടെ ചിത്രവുമുണ്ട്. അമ്മയുടെ ഫോട്ടോ ചെറുതാണ്. ഏറ്റവും പിന്നിൽ നിരന്നു നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് മുമ്പിൽ ഇരിക്കുന്നത് കൃഷ്ണക്കുറുപ്പിൻ്റെ മക്കളാണ്. 5 ആണുങ്ങൾ, 1 പെണ്ണ്. 50 വയസ്സ് തൊട്ട് 62 വയസ്സുവരെ പ്രായമുള്ളവർ. അച്ഛനമ്മമാരുടെ സുദീർഘമായൊരു ദാമ്പത്യ ജീവിതത്തിലെ മുതൽക്കൂട്ട്. ഓരോരുത്തരുടെയും അടുത്തിരിക്കുന്നത് അവരുടെ ഭാര്യമാരാണ്. നടുവിൽ മകൾ സൗദാമിനി ഇരിക്കുന്നു. അവളുടെ വലതുവശത്ത് ഭർത്താവ് വേണുഗോപാലനും. അവർക്ക് തൊട്ടു മുമ്പിലായി 2 കസേരകളിൽ അവരുടെ അന്ന് വിവാഹിതയായ മകൾ മിനി വരനോടൊപ്പം ഇരിക്കുന്നു. 2 പേരുടെയും കൈകളിൽ പൂച്ചെണ്ടുകൾ. മുമ്പിലത്തെ വരിയിൽ കൃഷ്ണക്കുറുപ്പിൻ്റെ പേരക്കുട്ടികളും. അതിൽ കല്യാണം കഴിഞ്ഞവരുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും. അവർ നിൽക്കുകയോ ഇരിക്കുകയോ ആണ്. അതിനും മുമ്പിൽ ചെറിയ കുട്ടികൾ നിലത്തിരിക്കുകയാണ്. വെറുമൊരു സാധാരണ കുടുംബചിത്രം. ഇതിൽ അസാധാരണമായിട്ടുള്ളത് അതിനിടയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ കുടുംബചിത്രത്തിൽ ഒരധികപ്പറ്റാണെന്ന് മോഹനൻ എന്നു പേരുള്ള മൂത്ത മകനൊഴികെ എല്ലാവരും വിധിയെഴുതിയേക്കാവുന്ന വ്യക്തി. 66 വയസ്സായ ആ മകനാണ് ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഫോട്ടോഷോപ്പിൽ തുറന്നു വച്ച ചിത്രത്തിൽ കണ്ണും നട്ട് ധ്യാനനിരതനായി ഇരിക്കുന്നത്. ഉദ്ദേശം താൻ 4 കൊല്ലം മുമ്പ് സഹോദരങ്ങളോടും അവരുടെ മക്കളോടും പേരക്കുട്ടികളോടും ചെയ്ത ഒരനീതി തുടച്ചു നീക്കുക. 3 തവണ ആശുപത്രിയിൽ കിടന്ന ശേഷം അയാൾ മരണത്തെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങിയിരുന്നു. ഇനി അധികം സമയമുണ്ടാവില്ലെന്ന് തോന്നൽ. ഈ ലോകത്തു നിന്ന് യാത്രയാവും മുമ്പ് അതെന്തായാലും ചെയ്തു വയ്ക്കുക. മരിച്ചുപോയാൽ തന്നെപ്പറ്റി ആരും, പ്രത്യേകിച്ച് ബന്ധുക്കൾ, ചീത്ത പറയാൻ ഇടവരരുത്. അവർ പറയുന്നത് ശരിയായിരിക്കാം. കൃഷ്ണക്കുറുപ്പിൻ്റെയും ഭാരതിയമ്മയുടെയും കുടുംബചിത്രത്തിൽ ഒരു വേലക്കാരിയുടെ മകൾക്കെന്ത് സ്ഥാനം? ഛീ, അവൾക്ക് ഏട്ടൻ്റെ അടുത്തിരുന്ന് തന്നെ വേണോ ഊണ് കഴിക്കാൻ? മകളുടെ കല്യാണ സദ്യയുടെ ഫോട്ടോ ആൽബത്തിൽ ചൂണ്ടിക്കാട്ടി സൗദാമിനി ഉറക്കെ പറയുകയാണ്. അവളുടെ ഒരു അങ്കിൾ വിളിയും എനിക്കിത് കേൾക്കുമ്പോൾ. അതും ശരി തന്നെ. 500 ഇലകൾ വെച്ച ഹാളിൽ അവൾക്ക് വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കാമായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ചു നിൽക്കുന്ന ജിനിയോട് താൻ തന്നെയാണ് പറഞ്ഞത്, മോളെ ഇവിടെ ഇരുന്നോളൂ. സൗദാമിനി, ഞാനാണ് അവളെ വിളിച്ച് എൻ്റെ അടുത്തിരുത്തിയത്. അവൾ നമ്മുടെ അതിഥിയാണ്. അവളെ പ്രത്യേകം ക്ഷണിച്ചത് നിന്റെ മോൾ തന്നെയാണ്, വധുവായ മിനി. ജിനി എന്തായാലും വരണട്ടോ. മടിച്ചു നിന്ന് ജിനിയെ വരാൻ നിർബന്ധിച്ചത് നിന്റെ നാത്തൂനാണ്, അതായത് എൻ്റെ ഭാര്യ. സുറിയാനി പെണ്ണ് നായന്മാരുടെ കല്യാണം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, നല്ല രസാണ് എന്ന് പറഞ്ഞ്. ഇതിലെല്ലാം അവളുടെ തെറ്റെന്താണ്? സൗദാമിനി ദേഷ്യം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ഇപ്പോൾ ഇതാ അവൾ നമ്മുടെ ഫോട്ടോയിലും വന്നിരിക്കണു. നാണമില്ലല്ലോ അവൾക്ക്. അച്ഛൻ്റെയും മക്കളുടെയും പേരക്കുട്ടികളിലും കൂടിയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നിന്നത്. ഇനി അങ്ങനെ ഒത്തുകൂടൽ എപ്പോഴും ഉണ്ടാവുമെന്നറിയില്ല. അപ്പോഴാണ് അവൾ നിന്ന് ഞാൻ കണ്ടില്ല. അവളെ എൻ്റെ മകളായിട്ട് കൂട്ടിയാൽ പോരെ? മകള് ഞാൻ പറയുന്നില്ല. ഇതാ ഈ ഫോട്ടോ ഏട്ടൻ തന്നെ വെച്ചോളൂ, എനിക്ക് വേണ്ട. തൻ്റെ കാൽക്കൽ വീണ ആ വലിയ ഫോട്ടോ അയാൾ പെറുക്കിയെടുത്തു. അയാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിലപിടിച്ചതാണ്. അതിൽ ഒരു 22-കാരിയുടെ ജീവിതമുണ്ട്. പെട്ടെന്നാണ് അയാൾ ശ്രദ്ധിച്ചത്. ആ ഫോട്ടോവിൽ കുട്ടികളുടേതൊഴിച്ചാൽ ചിരിക്കുന്ന ഒരേ ഒരു മുഖം ജിനിയുടേതായിരുന്നു. ചില മുതിർന്ന കുട്ടികളുടെയും അവരുടെ അച്ഛനമ്മമാരുടെയും മുഖം കനപ്പെട്ട് കണ്ടു. താനായിരുന്നു ആ ഫോട്ടോ എടുക്കാൻ ക്യാമറയുടെ പിന്നിലെങ്കിൽ അങ്ങനെയൊരു ഫോട്ടോ എടുക്കയില്ലായിരുന്നു. ഫോട്ടോഗ്രാഫർ സദാനന്ദന് കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു. പിന്നീടാണ് അയാൾ കണ്ടത്, മുമ്പിലെ വരിയിൽ പുൽപ്പായിലിരിക്കുന്ന കുട്ടികൾക്കിടയിൽ 3 കുട്ടികൾ, 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയും. അവർ 10 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ്. അവരാരാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ അനുജത്തിയോട് ചോദിച്ചു, ഈ 3 കുട്ടികൾ അവരാരാണ്? അവൾ നോക്കി. ഏട്ടൻ്റെ ചോദ്യത്തിലെ കെണി അവൾക്ക് മനസ്സിലായില്ല.
ആ, അത് വേണുവേട്ടൻ്റെ പെങ്ങടെ മക്കളാണ്. ജയയുടെ മക്കള്. ഏട്ടൻ കണ്ടിട്ടുണ്ടാവും. ഓ, ഞാൻ വിചാരിച്ചു കൃഷ്ണക്കുറുപ്പിൻ്റെ പേരക്കുട്ടികളാണെന്ന്. അല്ല. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സൗദാമിനിക്ക് ചോദ്യത്തിൻ്റെ ആഴം മനസ്സിലായത്. അല്ല, നീ പറഞ്ഞുവല്ലോ അച്ഛൻ്റെയും മക്കളുടെയും പേരക്കുട്ടികളുടെയും ഫോട്ടോ എടുക്കാനാണ് നിന്നതെന്ന്. നിന്റെ ഭർത്താവിൻ്റെ പെങ്ങളുടെ മക്കൾ എങ്ങനെയാണ് കൃഷ്ണക്കുറുപ്പിൻ്റെ പേരക്കുട്ടികളാവണത്? സൗദാമിനി തന്നെ ഒന്ന് വല്ലാതെ നോക്കി ചവിട്ടി മെതിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. മോഹനൻ ബ്രീഫ് കേസ് തുറന്ന് ഫോട്ടോ വെച്ചടച്ചു. അതുമെടുത്ത് വാതിലിന് പുറത്തു കടന്നു. അയാൾക്ക് ആശ്വാസമായി. തൻ്റെ സ്ഥാനം ഇവിടെയാണ്, വാതിലിന് പുറത്ത്. ഒരുപക്ഷെ കൃഷ്ണക്കുറുപ്പിൻ്റെ കുടുംബത്തിൻ്റെ തന്നെ പടിക്ക് പുറത്ത്. അയാൾ തുറന്നിട്ട ഗേറ്റിന് നേരെ നടന്നു. ഇനി മറ്റുള്ളവരുടെ വീട്ടിൽ പോകുന്നതിൽ അർത്ഥമില്ല. ഇതേ അനുഭവം അനുജന്മാരിൽ നിന്നും കിട്ടുവാൻ അയാൾ ആഗ്രഹിച്ചില്ല. ഒരുപക്ഷെ കിട്ടില്ലായിരിക്കാം. അവർ ഒരു ചിരിയോടെ അത് വാങ്ങിവെക്കും. അത് ആൽബത്തിൽ വെക്കുകയുണ്ടാവില്ല. ഇപ്പോൾ 4 കൊല്ലത്തിന് ശേഷം അന്ന് ചെയ്തതെല്ലാം തിരുത്താൻ കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുമ്പോൾ അയാൾ ആലോചിച്ചു, ഇങ്ങനെയൊക്കെയാണോ വേണ്ടത്? അന്ന് തൃശ്ശൂരിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയ തൻ്റെ ബ്രീഫ് കേസിൽ ഫോട്ടോകളെല്ലാം അതേപോലെ കണ്ടപ്പോൾ ജിനി ചോദിച്ചിരുന്നു, അങ്കിൾ തൃശ്ശൂർക്കല്ലേ പോയത്? അതേ മോളെ, പക്ഷെ ആരെയും കാണാൻ പറ്റിയില്ല. അത് നുണയാണെന്ന് അവൾക്ക് മനസ്സിലായി. തൻ്റെ മുഖം പഠിക്കുന്നതിൽ അവൾ വിദഗ്ധയായിരുന്നു. 6 കൊല്ലം കൊണ്ട് മോഹൻ അങ്കിളിനെ അവൾ നന്നായി പഠിച്ചിരുന്നു. അവൾ തുടർന്നൊന്നും ചോദിച്ചില്ല. അവൾ സ്വന്തം അനുഭവങ്ങൾ ഇതിനോടൊപ്പം കൂട്ടി വായിച്ചിട്ടുണ്ടാകണം. അനുഭവങ്ങൾ പലപ്പോഴും ദുഃഖകരമായിരിക്കും. അങ്ങനെയുള്ള അനുഭവങ്ങൾ അവൾ തന്നിൽ നിന്ന് മറച്ചുവെച്ചു. കേൾക്കാൻ സുഖമുള്ളവ മാത്രം പറഞ്ഞു. പക്ഷേ അതിനിടയിലും അവളുടെ മനസ്സ് വായിക്കാൻ അയാൾ പഠിച്ചിരുന്നു. ഇനി അവൾ സാവധാനത്തിൽ ശ്രീജ ചേച്ചിയോട് ചോദിച്ചെല്ലാം മനസ്സിലാക്കും. വൈകുന്നേരം ജോലിയിൽ നിന്ന് അല്പനേരം മാറി അടുക്കളയിൽ പോയി ശ്രീജയെ ഭക്ഷണമുണ്ടാക്കാൻ സഹായിക്കുമ്പോൾ അവൾ എല്ലാം ചികഞ്ഞെടുക്കും. തൻ്റെ ഭാര്യ ഒന്നും മറച്ചുവെക്കാതെ എല്ലാം പറഞ്ഞുകൊടുത്തെന്നും വരും. ആ ഫോട്ടോവിൽ ഒരധികപ്പറ്റാണെന്ന അറിവ് അവളെ തളർത്തും. മോഹനങ്കിളിൻ്റെ അനുജന്മാരും അനുജത്തിയുമെല്ലാം അവളുടെയും വീട്ടുകാരാണെന്ന ധാരണയിലാണ് അവളിരിക്കുന്നത്. സൗദാമിനി ഇന്ന് രാവിലെ പറഞ്ഞതിൻ്റെ ഒരംശം മാത്രം അറിഞ്ഞാൽ മതി അവളുടെ മനസ്സ് തകരാൻ. അവളുടെ സ്വാഭിമാനവും മനോധൈര്യവും വളർത്താൻ വർഷങ്ങളായി താൻ ചെയ്തതെല്ലാം ഒരു നിമിഷം കൊണ്ട് പാഴാവും. എന്തോ ഭാഗ്യത്തിന് ശ്രീജ അത് പറയുകയുണ്ടായില്ല. തനിക്ക് അവളെ സംശയിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ആരോട് എന്തു പറയാം, എന്തു പറയരുത് എന്ന കാര്യത്തിൽ അവൾക്കൊരു ട്യൂഷൻ്റെ ആവശ്യം ഒരു കാലത്തുമില്ലായിരുന്നു. ഓരോ വാക്കും അവൾ സൂക്ഷ്മതയോടെ അളന്നെടുത്തുപയോഗിച്ചു. തൃശ്ശൂരിൽ നിന്ന് തിരിച്ചെത്തിയാൽ ശ്രീജയുടെ വക പരതലുണ്ട്. എന്തൊക്കെയാണ് എനിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നത് നോക്കട്ടെ. ഒന്നുമില്ലെങ്കിൽ ചെട്ടിയങ്ങാടിയിലുള്ള സ്വീറ്റ് ഷോപ്പിൽ നിന്ന് അവളുടെ ഇഷ്ടഭോജ്യമായ ലഡുവെങ്കിലും ഉണ്ടാവും. ഇന്ന് ബ്രീഫ് കേസ് തുറന്നപ്പോൾ അതിൽ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നത് അവളെ നിരാശപ്പെടുത്തി. വലിയ ബ്രൗൺ കവറിൽ ഫോട്ടോയുടെ 5 കോപ്പികളും കണ്ടപ്പോൾ അവൾ അത്ഭുതത്തോടെ ചോദിച്ചു, എന്തേ, ആരെയും കണ്ടില്ലേ? ഒരാളെ കണ്ടു. അവൾക്കാവശ്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ മറ്റുള്ളിടത്ത് എൻ്റെ ഭാഗ്യം പരീക്ഷിക്കാൻ പോയില്ല. എന്തേ, സൗദാമിനി ചേച്ചിയല്ലേ മിനിഞ്ഞാന്നുകൂടെ ആ ഫോട്ടോവിന് വേണ്ടി ഫോൺ ചെയ്തത്? അപ്പം അറിഞ്ഞിട്ടുണ്ടാവില്ല ജിനിയുടെ ചിത്രം അതിലുണ്ടാവുന്ന്. നോക്കിയപ്പോഴല്ലേ കാണുന്നത്. അയാൾ നിർത്തി. ഫോട്ടോ ശ്രീജയുടെ കയ്യിൽ നിന്ന് വാങ്ങി നോക്കിക്കൊണ്ട് അയാൾ തുടർന്നു, ഇതിന് മാത്രം എന്തക്രമമാണ് ആ പാവം കുട്ടി ചെയ്തത്? അവരെയൊക്കെ സ്വന്തം വീട്ടുകാരെ പോലെ സ്നേഹിച്ചു എന്നതോ? ശ്രീജ ഒന്നും പറയാതെ ഫോട്ടോവിൻ്റെ മറ്റൊരു കോപ്പി എടുത്ത് നോക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് പ്രത്യേക വികാരങ്ങളൊന്നും കണ്ടില്ല. സാധാരണ പോലെ ഇന്നും അവളുടെ മനസ്സ് പഠിക്കുന്നതിൽ അയാൾ പരാജയപ്പെട്ടു. ഇനി നാളെ രാവിലെ 9 മണിക്ക് ജിനി വന്നാൽ ആദ്യം ചോദിക്കുക എന്തായിരിക്കുമെന്ന് അയാൾക്കറിയാം. അങ്കിൾ തൃശ്ശൂരിൽ പോയിട്ട് എല്ലാവരെയും കണ്ടോ? എല്ലാവരെയും കണ്ടോ എന്നതിന് മറുപടിയായി ഓരോരുത്തരും ഫോട്ടോവിനെപ്പറ്റി എന്തഭിപ്രായം പറഞ്ഞുവെന്ന് അവൾക്കറിയണം. ശനിയാഴ്ച സ്റ്റുഡിയോവിൽ നിന്ന് ഫോട്ടോ പ്രിന്റുകൾ കൊണ്ടുവന്നപ്പോൾ ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങൾ പറഞ്ഞത് ജിനിയായിരുന്നു. അവൾ
ഓരോരുത്തരുടെയും മുഖഭാവത്തെപ്പറ്റി പറഞ്ഞു. ചില മുഖഭാവങ്ങൾ അവളിൽ ചിരി ഉണർത്തിയപ്പോൾ ചിലത് അവൾ അനുകരിക്കുകയായിരുന്നു. എന്താ, സൗദാമിനി ചേച്ചിയുടെ മുഖം കണ്ടാൽ 25 ലക്ഷം അടിച്ച ലോട്ടറി ടിക്കറ്റ് കളഞ്ഞു കുളിച്ചതുപോലെ ഉണ്ടല്ലോ. മോള് കല്യാണം കഴിച്ചു പോണതിൻ്റെ സങ്കടമായിരിക്കും അല്ലേ? മിനിയുടെ ഫോട്ടോ നന്നായിട്ടുണ്ടല്ലേ ശ്രീ ചേച്ചി? കല്യാണപ്പുടവ തന്നെ ഇട്ടിരുന്നെങ്കിൽ ഇതിലും ഭംഗിയുണ്ടായിരുന്നു. കല്യാണ സാരി അവൾ വീട്ടിലെത്തിയ ഉടനെ അഴിച്ചു വച്ചിരുന്നു. അതൊരു ഭാരമാണെന്ന മട്ടിൽ. പിന്നെയാണ് എല്ലാവരും കൂടി ഒന്നിച്ചൊരു ഫോട്ടോ എടുക്കുന്നതിനെപ്പറ്റി സംസാരം വന്നത്. അവളോടത് ഒരിക്കൽ കൂടി ഉടുക്കാൻ പറഞ്ഞതാണ് സൗദാമിനി. പക്ഷെ മിനി കൂട്ടാക്കിയില്ല. ഇപ്പോൾ ഉടുത്ത സാരിയൊക്കെ മതി ഒരു ഫോട്ടോ എടുക്കാൻ. കുട്ടിക്കാലം തൊട്ട് അവൾ അങ്ങനെയായിരുന്നു. ഒരുവിധം ജാടയും ഇഷ്ടമല്ല. ജിനിയുടെ സംസാരം ഏകദേശം മിനിയുടേതുപോലെയാണ്. ജിനിയെ ഇഷ്ടമാകുവാൻ ഒരു കാരണം അതായിരിക്കണം. 6 കൊല്ലം കൊണ്ട് മമത വാത്സല്യമായി രൂപപ്പെട്ടു. സ്വന്തം മകൻ ദൂരെ കടലുകൾക്കപ്പുറത്താണ്. അവൻ്റെ സ്നേഹം ഇമെയിലായി, ശനിയാഴ്ച വൈകുന്നേരം സ്കൈപ്പിലൂടെ നേരിൽ കണ്ടുള്ള 1.5 മണിക്കൂർ നീളുന്ന സംസാരമായി ഒഴുകി വരുന്നു. ATM കാർഡ് ഉപയോഗിച്ച് ശ്രീജ മാസത്തിൽ 2 പ്രാവശ്യം അവൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണമെടുക്കുന്നു. പക്ഷേ ഇതിനൊക്കെ പുറമെ സ്നേഹത്തിന് മറ്റു മാനങ്ങളുണ്ട്. ദൂരെ നിന്നുള്ള സ്നേഹം അത് തരുവാൻ പര്യാപ്തമാവുന്നില്ല. മോണിറ്ററിൽ കാണുന്നതും കേൾക്കുന്നതും മകൻ്റെയും ഭാര്യയുടെയും പേരക്കുട്ടിയുടെയും രൂപവും ശബ്ദവുമാണെന്നറിയാമെങ്കിലും അത് സമ്മതിക്കാൻ മനസ്സ് കൂട്ടാക്കുന്നില്ല. അത് ഓരോ നിമിഷവും പറയുന്നു, ഇത് നിന്റെ മക്കളുടെയും പേരക്കുട്ടികളുടെയും നിഴൽ മാത്രമാണ്. അവർ അടുത്തല്ല, മറിച്ച് ഭൂമിയുടെ മറുഭാഗത്താണ്, വേറെ ഏതോ ഗ്രഹത്തിലെന്ന പോലെ. അതോടെ എല്ലാം ഇല്ലാതായി ശൂന്യതയിലെത്തുകയാണ്. ആ ശൂന്യതയാണ് ജിനി അവളുടെ സ്നേഹവും ആത്മാർത്ഥതയും കൊണ്ട് കുറച്ചെങ്കിലും നികത്തിയിരുന്നത്. അധികം ജോലിയില്ലാത്ത അവസരങ്ങളിൽ അവൾ ശ്രീജയെ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിച്ചു. ഒരിക്കൽ ശ്രീജ ടൈഫോയിഡ് പിടിച്ച് 2 മാസം കിടന്നപ്പോൾ ഓഫീസ് ജോലിക്കൊപ്പം ആ ജോലിയും മുഴുവനായി അവൾ ഏറ്റെടുത്തു. ഒപ്പം ശ്രീജയെ ശുശ്രൂഷിക്കലും. എല്ലാം ചിരിച്ചുകൊണ്ടുള്ള മുഖത്തോടെ. മുറുമുറുപ്പ് അവൾ കന്യമായിരുന്നു. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു വീട്ടിൽ നിന്ന് വന്നതുമൂലം ഇന്നത്തെ സ്ഥിതിയിൽ അവൾ തൃപ്തിയായിരുന്നു. ശനിയാഴ്ച വൈകുന്നേരം അവൾ സ്വന്തം വീട്ടിലേക്ക് പോകും. അവിടെ അമ്മ ഒറ്റയ്ക്കാണ്. ആ അമ്മയും തൃപ്തിയാണ്. മകൾ നല്ല നിലയിൽ കഴിയുന്നുണ്ടല്ലോ. അവളുടെ കല്യാണം കഴിയുന്നതുവരെയെങ്കിലും ഇങ്ങനെ തന്നെ പോട്ടെ എന്നവർ ആശിക്കുന്നുണ്ട്. സാറും ചേച്ചിയും ദൈവദൂതന്മാരാണ്, അവർ മകളോട് പറയും. അവർക്കൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കരുത്. പാവം സ്ത്രീ. ഈ കാര്യങ്ങളെല്ലാം സൗദാമിനിക്കറിയാം. അവൾക്കറിയാത്തത് ആ പാവം കുട്ടിയോടുള്ള മമത ഏട്ടൻ്റെ ഹൃദയത്തിൽ എത്രത്തോളം ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്നതാണ്. അവളുടെ കണ്ണിൽ ആ പെൺകുട്ടി തങ്ങൾക്കൊപ്പം നിൽക്കാൻ അർഹതയില്ലാത്ത ഒരാൾ മാത്രമാണ്, ഒരു ജോലിക്കാരി മാത്രം. അങ്കിൾ തൃശ്ശൂരിൽ പോയിട്ട് എല്ലാവരെയും കണ്ടുവോ എന്ന ജിനിയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെന്ന് അയാൾ ഓർത്തു. അവൾ ഒരു ചോദ്യവും രണ്ടാമതൊരു വട്ടം ചോദിക്കാറില്ല. അർഹിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടുമെന്ന് അവൾക്കറിയാം. മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ കടന്നു കയറാൻ അവൾക്കിഷ്ടമല്ലായിരുന്നു. ഇല്ല മോളെ, അങ്കിളിന് ആരെയും കാണാൻ പറ്റിയില്ല. പറ്റിയില്ല എന്ന് പറയണില്ല. സൗദാമിനി ചേച്ചിയെ കണ്ടു. അവൾക്ക് ഈ ഫോട്ടോ ഇഷ്ടായില്ല. ഇത് വേണ്ട, ഇനി വേറെ എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പോയില്ല. ഏതായാലും ഒരിക്കൽ കൂടി എടുക്കണമല്ലോ. ഇഷ്ടമാവാതിരിക്കാൻ എന്താണ് കാരണമെന്നൊന്നും അവൾ ചോദിച്ചില്ല. അങ്കിളിൻ്റെ മറുപടിയിൽ പറഞ്ഞിട്ടില്ലാത്ത എന്തൊക്കെയോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആ പാവം പെൺകുട്ടിക്ക് മനസ്സിലായി. അങ്ങനെ കടങ്കഥകളിലൂടെ സംസാരിക്കാത്ത ആളാണ് അങ്കിൾ. അപ്പോൾ അതവളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. ബുദ്ധിയുള്ളതുകൊണ്ട് കാരണം എന്തായിരിക്കാമെന്നവൾ ഊഹിച്ചെടുത്തിട്ടുമുണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞത് 4 കൊല്ലം മുമ്പാണ്. അതിനുശേഷം അവളുടെ കല്യാണം കഴിഞ്ഞു. 3 മാസം വീട്ടിലിരുന്ന ശേഷം ഒരു ദിവസം അവൾ വീണ്ടും വന്നു ജോലി തുടരാൻ. ജോലിയില്ലാതെ പറ്റില്ല അങ്കിൾ, അവൾ പറഞ്ഞു. ജോസിൻ്റെ ശമ്പളം കൊണ്ടൊന്നും ചെലവ് നടക്കണില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം
അമ്മ പണിക്ക് പോണില്ല. അപ്പോ ഞാൻ ജോലി ചെയ്യുന്നേ നിവൃത്തിയുള്ളൂ. നീ ജോലി തുടങ്ങിക്കോ. 2 കമ്പ്യൂട്ടറില്ലേ? എനിക്ക് നിങ്ങൾ 2 പേരും പോയതിന് ശേഷമേ കമ്പ്യൂട്ടർ വേണ്ടൂ. ജിനിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ജോലിക്ക് വരാൻ തുടങ്ങിയ പെൺകുട്ടി ആശ്വാസത്തോടെ അയാളെ നോക്കി. ജിനിയെ കണ്ടപ്പോൾ തൻ്റെ ജോലി പോയെന്നാണ് പാവം കരുതിയിരുന്നത്. അവൾക്കും ജോലി അത്യാവശ്യം തന്നെ. അതിന് മാത്രം ജോലിയൊന്നും ഇല്ലാലോ അങ്കിൾ ഇവിടെ. ജോലിയൊക്കെ ഉണ്ടാക്കണം, അയാൾ പറഞ്ഞു. ഒന്ന് കറങ്ങിയാൽ മതി. ജോലി കിട്ടാൻ വലിയ പണിയൊന്നുമില്ല. നമുക്ക് മുമ്പ് പരസ്യക്കമ്പനിയിൽ നിന്ന് കിട്ടിയിരുന്ന ജോലി ഇനിയും കിട്ടും. എന്നെക്കൊണ്ട് ഒരു ഭാഗത്തിരുന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് നിർത്തിയതാണ്. അജിതയ്ക്ക് കണക്കിഷ്ടാണ്. എക്സൽ നന്നായി ചെയ്യും. ഇപ്പോൾ 6 കമ്പനിയുടെ കണക്ക് നോക്കാനുണ്ട്. ഒരു 4 കമ്പനിയുടെയും കൂടി പിടിച്ചാൽ പോരെ. ഒരാളുടെ ഫുൾ ടൈം ജോലിയായി. നിങ്ങൾ തമ്മിൽ തല്ലുകൂടാൻ ഞാൻ മതി. 2 പേരും ചിരിച്ചു. അങ്ങനെയാണ് ജിനി വീണ്ടും വരാൻ തുടങ്ങിയത്. തന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സമയം കളയലാണ്. വേറൊന്നും ചെയ്യാനില്ല. വെറുതെ ഇരുന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് ജോലി ഉണ്ടാക്കുന്നു. തിരക്കിലാണെന്ന് ഭാവിക്കുന്നു. 2 പെൺകുട്ടികൾക്ക് അത്യാവശ്യമായ ജീവിതമാർഗവും ഉണ്ടാകുന്നു. അതിനുശേഷമാണ് 3 തവണ അസുഖമായി ആശുപത്രിയിൽ പോകേണ്ടി വന്നത്. 3-ാമത്തെ പ്രാവശ്യം ICUവിൽ മയങ്ങിക്കിടക്കുമ്പോഴാണ് ആ കുടുംബചിത്രം വീണ്ടും ഓർമ്മയിൽ വന്ന് അലട്ടാൻ തുടങ്ങിയത്. കണ്ണടയ്ക്കുമ്പോൾ മുമ്പിൽ വരുന്നത് ഫ്രെയിം ചെയ്തിട്ടില്ലാത്ത ഒരു ദ്രവിച്ച കുടുംബചിത്രമാണ്. ആ ചിത്രത്തിൽ നിന്ന് ഓരോരുത്തരായി ഇറങ്ങി വരുന്നു. ആരുടെയും മുഖം പ്രസന്നമല്ല. അതിനെല്ലാം ഉത്തരവാദി താനാണെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ. ബന്ധുക്കൾ ഓരോരുത്തരായി ഇറങ്ങി വരുന്നു. ഒരിക്കൽ വന്നവർ തന്നെ വീണ്ടും വീണ്ടും വരുന്നു, തന്നെ ആക്ഷേപത്തോടെ നോക്കാൻ. അതിനിടയിൽ ജിനി മാത്രം തലതാഴ്ത്തി നിൽക്കുകയാണ്. ഇടയ്ക്ക് തൻ്റെ മുഖത്ത് ഒരു ക്ഷമാപണത്തോടെ നോക്കുന്നു. മാപ്പ് തരാൻ പറ്റില്ലേ എന്ന മട്ടിൽ. ഇത് തുടരാൻ പറ്റില്ല. അതുകൊണ്ട് 7-ാം ദിവസം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയ ഉടനെ അയാൾ ചെയ്തത് കമ്പ്യൂട്ടർ തുറന്ന് ഫോട്ടോഷോപ്പിൽ ആ ഫോട്ടോ എടുക്കുകയായിരുന്നു. 4 കൊല്ലമായി ആ ഫോട്ടോ ആരും തൊടാതെ കമ്പ്യൂട്ടറിൻ്റെ അറിയപ്പെടാത്ത ഒരു മൂലയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അങ്കിൾ വന്ന് കണ്ട ശേഷം പോകാമെന്ന് കരുതി 7 മണിവരെ കാത്തുനിന്ന ജിനി ഒരു ചോദ്യത്തോടെ അയാളെ നോക്കുകയാണ്. അയാൾ ഒന്നും പറയുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൾ ചോദിച്ചു, അങ്കിൾ ഈ ഫോട്ടോ കാണാൻ ധൃതിയായിട്ട് വന്നതുപോലെ ഉണ്ടല്ലോ. അയാൾ ചിരിച്ചു. അത് മോളെ, കുറച്ചു ദിവസം ആശുപത്രിയിൽ കിടന്നപ്പോൾ നമ്മുടെ ബന്ധുക്കളെയൊക്കെ കാണാൻ കൊതിയായതാ. അങ്കിൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷേ ഇത്ര ധൃതിപ്പെട്ട് ഈ ചിത്രം പുറത്തെടുത്തതിൽ എന്തോ ദുരുദ്ദേശമുണ്ടെന്ന തോന്നൽ. അവൾ പറഞ്ഞു, ഞാൻ നാളെ വരുന്നുണ്ട്. നാളെ ഞായറാഴ്ചയല്ലേ? നിന്റെ ഭർത്താവില്ലേ ഇവിടെ? ജോസ് അമ്മയെ കാണാൻ കോട്ടയത്ത് പോകുന്നു. ഞാൻ നാളെ വന്നാൽ ചേച്ചിയെക്കുറിച്ച് സഹായിക്കാലോ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചേച്ചി നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്, ആശുപത്രിയിലും വീട്ടിലുമായി. ഞാനിപ്പോൾ പോവാണ്. നേരെ 7:30 നീ എൻ്റെ കമ്പ്യൂട്ടർ തട്ടിയെടുക്കാനൊന്നും അല്ലല്ലോ വരണത്. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഹേ അങ്കിൾ പേടിക്കണ്ട, ഞാൻ ഈ മുറിയിലേക്ക് തന്നെ വരണില്ല. പോരെ. ജിനി പോയി. അയാളുടെ മുമ്പിൽ ആ ഫോട്ടോ മോണിറ്റർ നിറഞ്ഞിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി വലിയ രൂപമില്ല. തലച്ചോറ് ഇപ്പോഴും ആശുപത്രിയിൽ നിന്ന് കുത്തിവെച്ച ട്രാൻക്വിലൈസറുകളുടെ സ്വാധീനത്തിലായിരുന്നു. എന്തെങ്കിലും ചെയ്യണം. എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുണ്ടാക്കാൻ പറ്റുന്നില്ല. നോക്കൂ, മതി, അതിൻ്റെ മുമ്പിൽ അങ്ങനെ ഇരിക്കണ്ട. ശ്രീജ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. നേരത്തെ ഉണ്ണാൻ നോക്കാം, മരുന്നുകൾ ഒരുപാട് കഴിക്കാനുണ്ട്. അയാൾ കമ്പ്യൂട്ടർ ഓഫാക്കി. രാവിലെ വീണ്ടും ആ ചിത്രം നോക്കിയിരിക്കുമ്പോഴാണ് ജിനി കടന്നു വന്നത്. അങ്കിളിനെ സ്വന്തക്കാരെ കണ്ടിട്ട് മതിയായില്ല അല്ലേ? അയാൾ വെറുതെ ചിരിക്കുക മാത്രം ചെയ്തു. ഇതൊന്ന് എഡിറ്റ് ചെയ്ത് ശരിയാക്കാനുണ്ട് മോളെ, അത് ഞാൻ പിന്നെ ചെയ്തോളാം. എന്താണ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം. അങ്കിൾ പോയി കിടന്നോളൂ. ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് 2 ആഴ്ചയെങ്കിലും വിശ്രമിക്കണം എന്നല്ലേ? അയാൾ അവളെ നോക്കി.
അവളുടെ മുഖത്തെ വികാരം എന്താണെന്ന് അയാൾക്ക് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞില്ല. പറയൂ, എന്തു തന്നെയായാലും അത് അങ്കിളിന് നല്ല മനപ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോ അതൊഴിവാക്കുകയല്ലേ നല്ലത്. ഒന്നുമില്ല മോളെ. ജിനി കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ സാവധാനത്തിൽ പറയാൻ തുടങ്ങി. അങ്കിൾ, ഞാൻ പറയട്ടെ, എന്താണ് അങ്കിളിനെ അലട്ടുന്നതെന്ന്? ഈ ചിത്രത്തിൽ അതിൻ്റെ യോഗ്യതയ്ക്ക് ചേരാത്ത ഒരാളുടെ പടമുണ്ട്. അതുകൊണ്ടാണ് സൗദാമിനി ചേച്ചി ഇത് വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞത്. ഇപ്പോൾ ആ ചിത്രം എഡിറ്റ് ചെയ്ത് കളയണം. അതാണ് പ്രശ്നം. പക്ഷേ ഇതിലെന്താണ് പ്രശ്നം? അങ്കിൾ എണീക്കൂ, ഞാനത് പെട്ടെന്ന് ചെയ്തു തരാം. അയാൾ തളർന്നു. ഇതൊക്കെ ആരാണ് നിന്നോട് പറഞ്ഞത് മോളെ? അതൊന്നും അങ്കിൾ അറിയണ്ട. അതല്ലേ കാര്യം. ഇതിൽ വിഷമിക്കാൻ എന്താണുള്ളത്? ഓരോരുത്തർക്ക് അവരവർ ചിന്തിക്കുന്നത് ശരിയാണെന്ന് തോന്നും. ഇതിൽ കാര്യമുണ്ട് താനും. ഞാൻ ഈ കുടുംബചിത്രത്തിൽ വരാൻ പാടില്ലായിരുന്നു. എല്ലാവരും അങ്കിളിനെ പോലെ ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ വിഷമമല്ലേ? അവർക്ക് പേടിയുണ്ടാവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എവിടെയാണ് നിൽക്കേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ കൂടുതലൊന്നും പ്രതീക്ഷിക്കണില്ല. അങ്കിളിൻ്റെയും ചേച്ചിയുടെയും സ്നേഹം മാത്രം മതി എനിക്ക്. നിങ്ങളാണ് എന്നെ ഈ നിലയിലാക്കിയത്. അതല്ലെങ്കിൽ ഞാനും അമ്മയുടെ പോലെ വല്ല വീട്ടുവേലയും ചെയ്ത് കഴിയുമായിരുന്നു. അപ്പം മരിച്ചപ്പോൾ വേറെ വഴിയില്ലാഞ്ഞിട്ടാണ് അമ്മ ആ ജോലിക്ക് പോയത്. എൻ്റെ മുമ്പിലും വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇവിടെ കണക്കെഴുതാൻ ആളെ വേണമെന്ന് അമ്മ അറിയണ ഒരു ചേച്ചി പറഞ്ഞത്. എനിക്കൊന്നും അറിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അങ്കിൾ ജോലി തന്നു. അങ്കിളാണ് എന്നെ കമ്പ്യൂട്ടർ പഠിപ്പിച്ചത്, കണക്കെഴുതാൻ പഠിപ്പിച്ചത്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സും വെബ് ഡിസൈനിങ്ങും പഠിപ്പിച്ചത്. ഒന്നും ചെയ്യാനറിയാത്ത എന്നെ ഒരാളാക്കിയത് അങ്കിളും ചേച്ചിയും കൂടിയാണ്. അതിൻ്റെ നന്ദിയും സ്നേഹവും ജീവിതകാലം മുഴുവൻ ഉണ്ടാകും. അങ്കിളിനും ചേച്ചിക്കും ഞാൻ സ്വന്തം മകളെപ്പോലെയാണെന്ന് എനിക്കറിയാം. ആ സ്നേഹം അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇപ്പോൾ എണീക്കൂ, പോയി കിടക്കൂ. ഞാനിത് ശരിയാക്കി തരാം. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അയാൾ ജിനി വന്ന ദിവസം ഓർക്കുകയായിരുന്നു. അയൽവീട്ടിൽ ജോലിക്ക് സഹായിക്കുന്ന സ്ത്രീയോടൊപ്പം വന്നപ്പോൾ അവൾ ആകെ പകച്ചു നോക്കുകയായിരുന്നു. അവൾ ധരിച്ചിരുന്ന ടോപ്പും മിടിയും പഴകി നരച്ചതും 1-2 കീറൽ അറിയാത്ത വിധത്തിൽ തുന്നിയതുമായിരുന്നു. അറിയണ വല്ല കുട്ടികളുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞില്ലേ സാറ്? ആ സ്ത്രീ പറഞ്ഞു. എൻ്റെ തൊട്ട അയൽപ്പക്കത്തിയാണ്. നല്ല സ്വഭാവാ. ഒരുമാതിരി നന്നായി കഴിഞ്ഞിരുന്നവരാ. അപ്പം മരിച്ച പിന്നെ കഷ്ടകാല. ജോലി കൊടുത്താൽ പുണ്യം കിട്ടും. അവൾക്ക് കണക്ക് നോക്കാനൊക്കെ അറിയോ? അറിയാമെന്ന് ജിന്നി തലയാട്ടി. സാറ് പഠിപ്പിച്ചു കൊടുത്താൽ മതി. അവൾ ജോലിയൊക്കെ നന്നായി ചെയ്യും. ഇപ്പോൾ അതാലോചിച്ചുകൊണ്ട് അയാൾ തലയാട്ടി. അവൾക്കറിയാവുന്ന തരം കണക്കല്ല വേണ്ടിയിരുന്നത്. എക്സലിൽ ചെയ്യുന്ന അക്കൗണ്ടിംഗ് ആണ്. അവൾ വീണ്ടും ഒന്നും പറയാതെ തന്നെ അയാൾക്ക് മനസ്സിലായി അവൾക്കതൊന്നും അറിയില്ലെന്ന്. പക്ഷേ ഇങ്ങനെ ഒരു അപേക്ഷയുമായി വീട്ടുവാതിൽക്കൽ വന്ന ആ കുട്ടിയെ വെറും കൈയോടെ തിരിച്ചയക്കാൻ അയാൾക്കായില്ല. ശ്രമിക്കാൻ തീർച്ചയാക്കി. അവൾക്ക് കമ്പ്യൂട്ടറിൻ്റെ ബാലപാഠം തൊട്ട് പറഞ്ഞുകൊടുത്തു. 1 മാസം കൊണ്ട് തന്നെ അവൾക്ക് അത്യാവശ്യം വേഡും എക്സലും ചെയ്യാമെന്നായി. പിന്നെ സാവധാനത്തിൽ പേജ് മേക്കറും കോറൽ ഡ്രോവും. എന്തും ഒരിക്കലേ പറഞ്ഞു കൊടുക്കേണ്ടു. അവളുടെ ബുദ്ധിശക്തിയിൽ അയാൾക്ക് ബഹുമാനം തോന്നി. എണീക്കൂ, ജിനി പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ശ്രീ ചേച്ചി വിളിക്കും. ചേച്ചിയുടെ അടുത്തുനിന്ന് കേൾക്കേണ്ടി വരും. അവളുടെ ഭീഷണി കേട്ടപ്പോൾ അയാൾ എഴുന്നേറ്റു. അരമണിക്കൂറിലധികം അയാൾക്ക് കിടക്കാൻ കഴിഞ്ഞില്ല. അയാൾ എഴുന്നേറ്റ് തിരിച്ച് ഓഫീസ് മുറിയിൽ പോയി. ജിനി അതീവ ശ്രദ്ധയോടെ ജോലിയെടുക്കുകയാണ്. ശ്രീജ പിന്നിൽ നോക്കി നിൽക്കുന്നുണ്ട്. ചിത്രത്തിൽ ഇടതുവശത്തു നിന്ന് ഒരാൾ അപ്രത്യക്ഷമായിരിക്കുന്നു. അതാരായിരിക്കും എന്നാലോചിക്കുകയാണ് അയാൾ. ഓർമ്മ കിട്ടുന്നില്ല. ഒരുമാതിരി എല്ലാവരും ചിത്രത്തിലുണ്ട്, ജിനിയും. നീ എന്താണ് ചെയ്യണത്? വിവരമുള്ളവർ വല്ലതും ചെയ്യുമ്പോൾ അത് നോക്കി പഠിക്കൂ. ജിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലേ ചേച്ചി? സത്യം പറഞ്ഞ നീ എന്താണ് ചെയ്യണതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ശ്രീജ പറഞ്ഞു. അവൾ മോണിറ്ററിൽ നിറഞ്ഞു നിൽക്കുന്ന കുടുംബചിത്രം ഒരു വശത്തേക്ക് നീക്കി. അപ്രത്യക്ഷമായ ചിത്രം അവിടെ വേറൊരു ഫയലിൽ മാറ്റി നിർത്തിയത് കണ്ടു.
അത് ബാലകൃഷ്ണന്റെ മകൾ നന്ദിനിയുടേതാണ്. എൻ്റെ അതേ ഉയരവും തടിയുള്ള ഒരു കുട്ടി നന്ദിനി മാത്രമേ ഉള്ളൂ. ഇനി വലിയ ഫോട്ടോയിൽ നിന്ന് എൻ്റെ ചിത്രം മാറ്റണം. പകരം നന്ദിനിയെ കുടിയിരുത്തും. എൻ്റെ ചിത്രത്തിൻ്റെ അത്ര ഗ്ലാമറൊന്നും ഉണ്ടാവില്ല, എന്നാലും പിന്നെ ടച്ചപ്പ് ചെയ്യണം. കഴിഞ്ഞു. അവൾ ഉറക്കെ ചിരിച്ചു. അയാൾ അത്ഭുതത്തോടെ, വേദനയോടെ അത് നോക്കി നിൽക്കുകയായിരുന്നു. അയാൾ മനസ്സിൽ പറഞ്ഞു, എൻ്റെ മോളെ. സൗദാമിനെ സംശയിച്ചാണ് ആ കവർ വാങ്ങിയത്. 2 മണിക്കൂർ തീവണ്ടി യാത്ര അയാളെ ക്ഷീണിപ്പിച്ചിരുന്നു. ഒറ്റയ്ക്ക് വിടാൻ ശ്രീജയ്ക്ക് തീരെ സമ്മതമില്ലായിരുന്നു. അങ്ങനെ യാത്ര ചെയ്യാറൊന്നും ആയിട്ടില്ല, അയാൾ സമ്മതിച്ചു. പക്ഷേ ഇതൊരു ദിവസം നേരത്തെ കഴിഞ്ഞാൽ അത്രയും വേഗം ഞാൻ സുഖം പ്രാപിക്കും. പിന്നെ ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതാണ്. ആരും ഒപ്പം വരണ്ട. സൗദാമിനി ചോദിച്ചു, ഇതെന്താണ്? ഞാൻ കുടുംബത്തോട് ചെയ്ത ഒരു വലിയ അനീതി തിരുത്തിയതാണ്. തുറന്നു നോക്കാം. അവൾ കവർ തുറന്നു. ചിത്രത്തിൽ ആകെ പരതുകയായിരുന്നു അവളുടെ കണ്ണുകൾ. അവളുടെ മുഖം പ്രകാശിച്ചു. ഇതെങ്ങനെ ശരിയാക്കി ഏട്ടൻ? എനിക്ക് ധൃതിയുണ്ട്, അയാൾ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ഇനി മറ്റുള്ളവരെയും കാണണം. അതാണ് ഈ ഞായറാഴ്ച എന്നെ ഇറങ്ങിത്തിരിച്ചത്. അയാൾ ബ്രീഫ് കേസ് അടച്ചെഴുന്നേറ്റു. ചായ ഉണ്ടാക്കാം. വേണ്ട. കിഴക്കേക്കോട്ടയിലെ 5 നില കെട്ടിടത്തിന് മുമ്പിൽ അയാൾ ഓട്ടോ നിർത്തി. 4-ാമത്തെ നിലയിൽ ലിഫ്റ്റിന് മുമ്പിലെ വാതിൽക്കൽ ബെല്ലടിച്ച് കാത്തുനിന്നു. ഗോപി തന്നെയാണ് വാതിൽ തുറന്നത്. ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി ഒരാഴ്ച ആയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ യാത്ര ചെയ്യാൻ ആരാണ് മോഹനേട്ടന് സമ്മതം തന്നത്? എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഗോപി, സോഫയിലിരുന്നുകൊണ്ട് അയാൾ പറഞ്ഞു. നിന്റെ മോളോട് ഒരു നല്ല ചായ ഉണ്ടാക്കാൻ പറയൂ. വനജയേക്കാൾ നന്നായി അവൾ ചായ ഉണ്ടാക്കും. രജനി അത് കേട്ടുവരികയായിരുന്നു. ഞാൻ ഇപ്പം ഉണ്ടാക്കാം വല്യച്ച. ഏട്ടത്തിയമ്മ ഒന്നും പറഞ്ഞില്ലേ യാത്ര ചെയ്യാറായിട്ടില്ല എന്ന്? അല്ലെങ്കിൽ പറഞ്ഞത് കേൾക്കണ ആളാവണ്ടേ? അയാൾ ബ്രീഫ് കേസ് തുറക്കുകയായിരുന്നു. ഏട്ടനത് തുറക്കണ്ട. അയാൾ ഒരു ചോദ്യത്തോട് അനുജനെ നോക്കി. അതിലുള്ള സാധനം അവിടെ തന്നെ വെച്ചാൽ മതി. അയാൾ ആകെ കുഴങ്ങി ഒന്നും മനസ്സിലാവാതെ ഇരിക്കുകയാണ്. സൗദാമിനി ചേച്ചി ഫോൺ ചെയ്തിരുന്നു, ഏട്ടൻ അവിടെ ചെന്നതിനെപ്പറ്റി പറയാൻ. എനിക്കെല്ലാം മനസ്സിലായി. എനിക്ക് ആ ഫോട്ടോ വേണ്ട. അയാൾ പകച്ചു നിന്നു. സൗദാമിനി ചേച്ചിക്ക് എൻ്റെ അടുത്തുനിന്ന് പിടിപ്പത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ അറിയണത്. മോഹനേട്ടന് തോന്നിയല്ലോ നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്ന് ജിനിയെ പടികടത്താൻ. അവൾ ഏട്ടൻ്റെ ആരാണ്? അയാൾ തലതാഴ്ത്തിയിരിക്കുകയായിരുന്നു. വലിച്ച ചായ. അയാൾ കപ്പ് വാങ്ങി. എപ്പോഴും ചെയ്യാറുള്ളതുപോലെ രജനി അയാളുടെ അടുത്തിരുന്ന് ബ്രീഫ് കേസ് എടുത്തു തുറന്നു. കുട്ടിക്കാലം തൊട്ടവൾ ചെയ്യുന്നതാണ്. അതിൽ അവൾക്ക് വേണ്ടി വല്യച്ഛൻ കരുതിയ എന്തെങ്കിലും ഉണ്ടാവും. മിക്കവാറും ചോക്ലേറ്റുകൾ. വലിച്ച, ഞാൻ വല്യച്ഛൻ്റെ കൂടെ എറണാകുളത്ത് വരട്ടെ? മോള് വന്നോളൂ. അമ്മ സമ്മതിച്ചോ? ഒരാഴ്ചയ്ക്ക് ലീവ് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടേ ട്യൂഷൻ തുടങ്ങും. എനിക്ക് ജിനിച്ചേച്ചി ഡ്രീം വീവറും ഫ്രണ്ട് പേജും പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം വെബ്സൈറ്റും ബ്ലോഗ് ഉണ്ടാക്കാൻ പോവാണ്. മിടുക്കി. ചോക്ലേറ്റ് എടുത്ത് ബ്രീഫ് കേസ് അടയ്ക്കാൻ നോക്കുമ്പോഴാണ് അവൾ കവറിൽ നിന്ന് പകുതി പുറത്തു വന്ന ഫോട്ടോകൾ കണ്ടത്. ഫോട്ടോ? പറഞ്ഞ ഉടനെ അവളത് പുറത്തെടുത്തു. ഹായ്, നമ്മളൊക്കെ ഉണ്ടല്ലോ. ഇതെപ്പോഴത്താണ്? മോളെ, അതവിടെ തന്നെ വെച്ച് അകത്തു പോകൂ, ഗോപി കർശനമായി പറഞ്ഞു. ആ 16 വയസ്സുകാരി ഒന്നും മിണ്ടാതെ ബ്രീഫ് കേസ് അടച്ചു വെച്ച് അകത്തേക്ക് പോയി. അതോടെ വാതിൽക്കൽ നിന്നിരുന്ന വനജയും അകത്തേക്ക് വലിഞ്ഞു. മോഹനേട്ടനോട് ഞാൻ സ്നേഹത്തെപ്പറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും പറയാണ്. ഇതിന് മുമ്പത്തെ പ്രാവശ്യം ഏട്ടൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ ഞാൻ വന്നിരുന്നല്ലോ. ഏട്ടൻ കുറച്ചൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. കാർഡിയാക് കെയർ യൂണിറ്റിന്റെ മുമ്പിൽ ജിനി ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു, ആകെ ടെൻസായിട്ട്. ഏട്ടത്തി അമ്മ എന്തോ ടെസ്റ്റിന്റെ ബില്ലടയ്ക്കാൻ താഴത്തു പോയിരിക്കുകയായിരുന്നു. എന്നെ കണ്ടതും ജിനി പൊട്ടിക്കരയാൻ തുടങ്ങി. അവൾ ചോദിക്കായിരുന്നു, അങ്കിൾ, എൻ്റെ അച്ഛൻ മരിക്കുമോ? എൻ്റെ അച്ഛൻ എന്നാണ് അവൾ പറഞ്ഞത്, അങ്കിൾ എന്നല്ല. അവളെ ആശ്വസിപ്പിക്കാൻ ഞാൻ കുറേ പണിപ്പെട്ടു. ആ കുട്ടീനെയല്ലേ ഈ ഫോട്ടോയിൽ നിന്ന് ആട്ടിപ്പായിച്ചത്?
എനിക്ക് ഈ ഫോട്ടോ വേണ്ട. ആദ്യം എടുത്ത് പ്രിൻ്റുണ്ടെങ്കിൽ മതി. ഇനി അതൊക്കെ ചീന്തിക്കളഞ്ഞോന്ന് വെച്ചാൽ അത് ഏട്ടൻ്റെ പി സിയിലുണ്ടാവുമല്ലോ. എനിക്ക് ആ ഫോട്ടോ ഇമെയിലിൽ അയച്ചു തന്നാൽ മതി. ഞാനിവിടെ പ്രിൻ്റ് എടുത്തോളാം. ഗോപി രോഷത്തോടെ സംസാരിക്കുകയായിരുന്നു. ആ ശകാരങ്ങൾ ആശ്വാസമായി, സാന്ത്വനമായി വന്ന് തന്നെ മൂടുന്നത് മോഹൻ അറിയുന്നുണ്ട്. അയാൾ തലതാഴ്ത്തിയിരിക്കുകയാണ്. കാഴ്ച തടസ്സപ്പെടുത്തിക്കൊണ്ട് കണ്ണുകളെ മൂടിയ നേരിയ നനവ് ഒരു നീർച്ചാലായി, മലവെള്ളപ്പാച്ചിലായി ഒരു തേങ്ങലിൽ ഒടുങ്ങുന്നു.